ആഹാ, ഇതുവരെ റെഡിയായില്ലേ? നീ ചോദിച്ചില്ലേ നിന്നിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന്? നിന്റെ ശരീരത്തിലും ഈ മുടിയിലും നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധമാണ്. അത് ബോഡി ലോഷന്റെയും ഷാമ്പൂവിന്റെയും പെർഫ്യൂമിന്റെയും ഒക്കെ ഗുണാണ്. ഞാനൊന്ന് വേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സുഗന്ധം ഒന്നും കാണില്ല. സ്നേഹിക്കുന്ന പെണ്ണിന്റെ വിയർപ്പിനുണ്ടോ സുഗന്ധവും സൗന്ദര്യവും ഒക്കെ? ഇന്ന് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? പോണ്ടേ? പോണം. പോണോ അല്ലേ? അല്ല, നീ കഥ മുഴുവൻ പറഞ്ഞില്ലല്ലോ. ഓ, എന്നിട്ടെന്താ? ഗൗതമന്റെ ശാപം അവളെ കല്ലാക്കി മാറ്റി. അവസാനം ശ്രീരാമൻ വരേണ്ടി വന്നു അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടാൻ. ഈ ദേവേന്ദ്രൻ ഒരു സംഭവം തന്നെ അല്ലേ? ആളുടെ കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര പെമ്പിളരെ വളയ്ക്കായിരുന്നല്ലേ? അയ്യടാ, മനസ്സിലെ പൂതി കണ്ടില്ലേ? കൊല്ലും ഞാൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ടയേർഡാണോ? സ്റ്റാമിന വല്ലതും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ പുറകിലെ വാതിലറിയോ? ആ വാതില് തുറന്ന് പുറകിലെ കണ്ടം വഴി ഓടിക്കോ. എന്റെ ഹസ്ബൻഡ് വന്നു മനുഷ്യ. നീ എന്താ കുളിച്ച സുന്ദരിയുണ്ടല്ലോ? എന്താ അമ്പലത്തിൽ പോകുന്നുണ്ടോ? നിങ്ങൾ ഈ കണക്കിന് പോവാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കേണ്ടി വരും. അതിന് ഭജന ഇരിക്കേണ്ട പ്രായമൊക്കെ ആയോ നിനക്ക്? അതെ, അമ്പലത്തിൽ പോകുന്നത് സൂക്ഷിച്ചൊക്കെ മതി. കുളിച്ചൊരുങ്ങി പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്നതേ വേറെ ആവശ്യത്തിനാന്നാ നോവലിലൊക്കെ പറയുന്നത്. അതിന് കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോണോ? വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോ എന്തിന്? പ്രാർത്ഥിക്കാൻ, അല്ലാതെ എന്തിന്? ഞാൻ പേടിച്ചു പോയി. നിങ്ങളെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഭർത്താക്കന്മാരൊക്കെ പേടിക്കണം. ഇന്നലെ തന്നെ രാവിലെ പോയിട്ട് കയറി വന്ന സമയം കണ്ടോ? എങ്കിലൊന്ന് വിളിച്ചു പറയാൻ. ഞാൻ ആ PC എടുത്ത് പറഞ്ഞു വിട്ടാണല്ലോ. എന്നാലേ ഇനി തൊട്ട് എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ആ PC വിളിക്കാം. വഴക്കിടല്ലേ പൊന്നെ. ഞാനിപ്പോ എന്താ വേണ്ടത്? സ്നേഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാനിപ്പോ സ്നേഹിക്കട്ടെ? സ്നേഹിക്കാൻ പറ്റിയൊരു കോലം. നിങ്ങൾ ആദ്യം പോയി കുടിച്ചേ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്താ ചൂട്! എന്താ അവിടെ ഒരു ശബ്ദം? പാത്രം പിന്നെയും പൊട്ടിച്ച? ഒന്നുമില്ലേട്ടാ, ആ കള്ളപ്പൂച്ച പിന്നെയും വന്നതാ. ഇവളും പൂച്ചയും തമ്മിലുള്ള കളി ഇതുവരെ തീരാറായില്ലേ? അപ്പോഴേക്കും തുടങ്ങിയോ? നമ്മളെ വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല. നല്ല വിശപ്പ. ഇന്നലെ ഒരു വകയാൻ കഴിച്ചിട്ടില്ല. പിന്നെ ആക്രാന്തം ഇല്ലാത്ത ഒരാള്. നിങ്ങൾക്ക് എല്ലാത്തിനും ആക്രാന്താണ്. മറ്റുള്ളവരുടെ വിശപ്പ് മാറിയോന്ന് പോലും നിങ്ങൾ ചോദിക്കാറില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല. അല്ല, എന്താ ഈ വേഷത്തില്? ഇപ്പൊ തന്നെ ഇറങ്ങുവാണോ? ഒരു വള്ളിക്കെട്ട് കേസ് വന്ന് പെട്ടിട്ടുണ്ട്. എന്ത് കേസ്? ഒരു കള്ള റാസ്കൽ എന്റെ റേഞ്ചിൽ കയറി കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കാശുകാരായ ഭാര്യമാരാണ് അവന്റെ ടാർഗറ്റ്. അവരെ കറക്കിയെടുത്ത് അവരുമായി ബന്ധം സ്ഥാപിച്ച് അതിലൂടെയാണ് മോഷണം. നാണക്കേട് ഭയന്നിട്ട് പിന്നെ ഒരു കേസുമായിട്ട് പോവില്ലല്ലോ. എന്തേ? ഞാൻ ആ കള്ളനെ പറ്റി ആലോചിക്കായിരുന്നു. എന്തൊരു ബ്രില്യന്റ് ആണല്ലേ. ഒരു ദിവസം അവൻ എന്റെ മുന്നിൽ ഒന്ന് പെടും. അവന്റെ ബ്രില്യൻസ് ഞാൻ ഇടിച്ച് ചതക്കും. ഭർത്താക്കന്മാരുടെ സമാധാനം കളയാനായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങി പുറപ്പെട്ടുള്ളൂ. ഹലോ. സർ, നാസറാണ്. മനസ്സിലായിട്ടോ? താൻ കാര്യം പറ. സർ, അവൻ ഇത്തവണ രക്ഷപ്പെട്ടു. അവർക്ക് കേസൊന്നുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാ പറയുന്നത്. താൻ അവരോട് കാര്യം പറഞ്ഞില്ലേ? സർ, ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ പുറത്തിറങ്ങാനുള്ള നാണക്കേട് ഭയന്നാണെന്ന് തോന്നുന്നു. സ്വന്തം ഭാര്യയുടെ മാനം വെച്ച് ആരും റിസ്ക് എടുക്കില്ലല്ലോ സർ. കണ്ടവന്റെ ഒക്കെ കൂടെ കയറി കിടക്കുന്ന അവളേക്ക് എന്തിനാണ് ഭാര്യയിട്ട് വെച്ചിരിക്കുന്നത്? ആണുങ്ങളുടെ മാനം കളയാതെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ അയാളുടെ അടുത്ത്. ഓക്കെ സർ. നീ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ ചെവിയിൽ നുള്ളിക്കോ. നിന്റെ വൃത്തിയട്ട കളിക്ക് ഇനി അധികം ആയുസുണ്ടാവില്ല. നിന്നെ ഞാൻ പൂട്ടും. മണിച്ചിത്രത്താഴിനേക്കാൾ വലിയ പൂട്ടിട്ട് ഞാൻ പൂട്ടും.